ഏറ്റവും പുതിയ ചലച്ചിത്രം ഡൊമിനിക് ആൻഡ് ലേഡീസ് എന്നുള്ള സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായിരുന്നു ഈ സിനിമ കാണാനുള്ള എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫാക്ടേഴ്സ് ആയിരുന്നു. ഒന്ന്, എപ്പോഴത്തെയും പോലെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടി ചിത്രം. രണ്ടാമത്തേത് ദ ബ്രാൻഡ് GVM. അപ്പൊ GVMന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മമ്മൂട്ടി വെച്ചൊരു സിനിമ നടത്തണം അല്ലെങ്കിൽ സിനിമ ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹവും കൂടിയായിരുന്നു. സോ അങ്ങനെ ഒരു ആഗ്രഹം പൂർത്തീകരണമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ്. സോ ഒരുപാട് എക്സ്പെക്ടേഷൻ ആസ് എ മൂവി ലവർ എനിക്കുണ്ടായിരുന്നു. തിയേറ്ററിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും എ ഡീസന്റ് വാച്ച് വിത്ത് എ ബ്രില്യൻ ക്ലൈമാക്സ് എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് തോന്നിയിരിക്കുന്നത്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള മൂവീസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു മൂഡ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുറ്റാന്വേഷണമായിരിക്കും. പക്ഷേ ഡൊമിനിക് ഈസ് എ ലൈറ്റ് മൂവി. എന്തുകൊണ്ട് ലൈറ്റ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ രണ്ട് ഹാഫുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കോമഡിയാണ് പ്രധാനമായിട്ടും നമുക്കതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റാം. അപ്പോൾ ഡൊമിനിക് എങ്ങനെയുള്ള ഒരാളാണ്, ഡൊമിനിക്കിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഫ്രഷ്നെസ് എന്ന് പറയുന്നത്. സാധാരണ വളരെ ഗൗരവക്കാരനായിട്ടുള്ള അതിബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെയോ അല്ലെങ്കിൽ ഒരാളെയാണ് നമ്മൾ പൊതുവെ കാണാറ്. ചിലപ്പം ഭയങ്കര റാങ്കുകളുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും, ചിലപ്പോൾ അയാളുടെ ഇമോഷണൽ സ്റ്റേറ്റ് വളരെ വീക്കായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് സാധാരണയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളത്. കുറ്റാന്വേഷണം അന്വേഷിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് അവർക്കൊരു ഭയങ്കര ബാഡ് പാസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഡൊമിനിക്കിലേക്ക് വരുമ്പോൾ ഡൊമിനിക് എന്നുള്ള ക്യാരക്ടറേ ഭയങ്കര രസമാണ്. ഇതിൽ അദ്ദേഹത്തിനെ അവതരിപ്പിച്ചിരുന്ന ഒരു രീതിയുണ്ട്. അത് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഷോട്ടിൽ മമ്മൂട്ടിയെ കാണിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. വളരെ അടിപൊളിയായിട്ട് ഒരു ഗൗണൊക്കെ ധരിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അതും നല്ല ടിക്ടേവ് എന്ന് തോന്നിക്കുന്ന ഒരു റൂമിൽ. പക്ഷെ അവിടെ തൊട്ട് താഴെയായിട്ട് ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയ പോലത്തെ ഒരു ഗൗണില്ലേ, അങ്ങനത്തെ ഗൗൺ ഇട്ടിട്ടാണ് മൂപ്പര് നിൽക്കുന്നത്. ആ ഒരു സീൻ കാണുമ്പോഴേ നമുക്കറിയാം എന്താണ് മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ എന്ന്. വളരെ രസകരമായിട്ടുള്ള വളരെ ജോവിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിൽ മമ്മൂട്ടിയുടേത്. സെയിം ടൈം അദ്ദേഹം അത്യാവശ്യം നല്ല ബ്രില്യൻറ്റുമാണ്. മാത്രമല്ല ഇദ്ദേഹം ഒരു എക്സ് പോലീസ് ഓഫീസറോട് കൂടിയാണ്. അപ്പൊ ഈ എക്സ് പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പോലീസ് ഓഫീസറുമാണ്, സെയിം ടൈം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവും ആണ്. അപ്പൊ ഈ രണ്ട് ബ്ലെൻഡുകളും മമ്മൂട്ടി എത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ പോലീസ് ആയിരുന്ന ഒരു വ്യക്തി പിന്നീട് ഡിറ്റക്റ്റീവായി മാറുന്നു, അദ്ദേഹത്തിന് കിട്ടുന്ന കുറച്ച് കേസുകൾ, ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ വളരെ ലൈറ്റ് ആയിട്ട് സിദ്ദിഖിന്റെ ഒരു രംഗമൊക്കെ ഉണ്ട്. വളരെ ലൈറ്റ് ആയിട്ട് വളരെ കോമഡിയിൽ നമുക്കിങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സിനിമ എന്നാണ് ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ബട്ട് GVM ഒരു സർപ്രൈസ് ഒളിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് തോന്നും. സോ അത് എന്താണ് എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ പറയുന്നത്. അവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു സ്പോയിലർ ആവും. സോ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരാളെന്ന് പറയുന്നത് നമ്മുടെ ഗോകുൽ സുരേഷാണ്. ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന് കൊടുത്ത റോള് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെയും ഗോകുലിന്റെയും ചില കോമ്പിനേഷൻ സീൻസ് ഒക്കെ വളരെ രസകരമായിട്ട് ഔട്ട്പുട്ടിലേക്ക് വന്നിട്ടുണ്ട്. സോ അതൊക്കെ വളരെ രസമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്ത കുറെ ആളുകളുണ്ട്. സുസ്മിത ഭട്ടൊക്കെ അവിടെയാണ് വരുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി. അവരെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഈ സ്ത്രീകളുടെ ബ്യൂട്ടിയൊക്കെ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യുമല്ലോ. സോ അവരെടുത്ത കോസ്റ്റ്യൂമിന്റെ ഭയങ്കര ഒരു ഫാനായി മാറി ഞാൻ. ഭയങ്കര രസമുണ്ടായിരുന്നു അവരെ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട്. ടോട്ടലി വളരെ നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. GVM മൂവിയാണ്, അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ മൂവിയാണ്, ക്രൈം ത്രില്ലറാണ് എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് മുൻധാരണകളോട് ഇത് ഭയങ്കര മാസ് പടമായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ മേ ബി ഇത് നിങ്ങൾക്കൊരു കുറച്ചൊരു എന്താ പറയുക, നിങ്ങളുടെ വിചാരിച്ചനുസരിച്ചിട്ടുള്ള ഒരു സിനിമ ആവണമെന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇവരെങ്ങനെയാണോ ഈ ഫിലിമിനെ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് യാതൊരുവിധ ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ ഓവർ പ്രൊമോഷൻസ് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് അവരെ കൊണ്ടുവന്നു, അതേ മനസ്സോടു കൂടിയാണ് നമ്മൾ ഈ സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഡൊമിനിക്. നല്ല രസമായിട്ട് ഈ മൂവി പോകുന്നുണ്ട്. ഒരേ സമയം നല്ല എൻഗേജിങ് ആയിട്ടുള്ള മുഹൂർത്തങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ നോർമലി വിചാരിക്കാൻ സാധ്യതയുള്ള കുറേ ട്വിസ്റ്റസ് ഉണ്ടാവുമല്ലോ, അതിനേക്കാളും ഒരു വഴി കൂടെ ഗുഡാണ് ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും എനിക്കിതിൽ കണക്ട് ആവാത്ത ഒരു രംഗമുണ്ട്, അല്ലെങ്കിൽ ഒരു പോർഷൻ ഉണ്ട്.
അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൈക്കോളജിക്കൽ ഇൻവെന്റ്സ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പോയിലർ ആയിപ്പോ. അത് മാത്രമാണ് എനിക്ക് ഇതിന്റെ കഥയിൽ ഒരു ചെറിയൊരു കണക്ട് ആവാത്ത കാര്യം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഭയങ്കര മസ്റ്റ് വാച്ച്, ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ അങ്ങനെയുള്ളതൊന്നുമല്ല. പക്ഷെ കണ്ടിരുന്ന വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, നമ്മുടെ പൈസ പോവാത്ത നല്ലൊരു പടം എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു പടം തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. അപ്പൊ മമ്മൂട്ടി എന്നുള്ള നടൻ നമ്മൾ ഇങ്ങനെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കൂളായിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, അതേസമയം വളരെ ബ്രില്യൻ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അയാളോട് ഇഷ്ടം തോന്നാനുള്ള ഒരു ഫാക്ടറാണ്. സോ മമ്മൂട്ടി വീണ്ടും അവിടെ വിജയിച്ചുകൊണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മീ അരുണിമ. ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.